ഹലോ ഓൾ, മെഡ്സിറ്റി ഇൻ്റർനാഷണൽ അക്കാഡമിയുടെ ഫേസ്ബുക്ക് പേജിൽ പലതവണയായി ഞങ്ങൾ IELTSഉം OETയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒത്തിരി വീഡിയോസ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് പലർക്കും ഇപ്പോഴും ഡൗട്ടാണ്, എന്താണ് അതിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് എളുപ്പം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഇവിടെ ഡയറക്റ്റ് കാൻഡിഡേറ്റ്സിൽ നിന്നാണെങ്കിലും അവരുടെ പേരൻസിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മെയിലും മെസ്സേജും വഴിയും സ്ഥിരം ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വന്നിരിക്കുന്ന പല മെസ്സേജസിൽ നിന്നും ഞാൻ ഒരു മെസ്സേജാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ജസ്റ്റ് എ സാമ്പിൾ ഓഫ് മിനി ബിജു ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മിനി ബിജുവിൻ്റെ ചോദ്യം ഏതാണ് ബെറ്റർ എന്നാണ്, IELTS ആണോ അല്ലെങ്കിൽ OET. ഷീ ഈസ് കൺഫ്യൂസ്ഡ് വാട്ട് ടു ചൂസ് ആൻഡ് അക്കോർഡിംഗ് ടു ഹർ ഫ്രണ്ട്സ് ഷീ ഹാസ് ഹേർഡ് ദാറ്റ് all topics needs to be covered and it is difficult to predict the answers. So മിനി ബിജുയുടെ സംശയം IELTS ആണോ അല്ലെങ്കിൽ OET ആണോ എളുപ്പം എന്നുള്ളതാണ്. IELTS ആണെങ്കിലും OET ആണെങ്കിലും രണ്ടും ഇംഗ്ലീഷിൻ്റെ അസസ്മെൻ്റ് ആണ്. അതും കേംബ്രിഡ്ജ് നടത്തുന്ന ഒരു എക്സാമാണ്. ഇത് കുറച്ചുകൂടെ സിമ്പിളും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആക്കാം. IELTS എന്ന് പറയുന്നത് ഒരു ജനറൽ ഇംഗ്ലീഷ് ടെസ്റ്റാണ്. ഇതിനകത്ത് വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എലക്ഷൻ്റെ കാര്യം. എലക്ഷൻ ആവശ്യമാണോ, നിങ്ങളതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പ്രതിരോധത്തിനെ പറ്റിയാവാം. പ്രതിരോധവും ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ട് ഒരു കൺട്രി എവിടെയാണ് കൂടുതൽ ചിലവാക്കേണ്ടത്, ഹെൽത്തിനാണോ അല്ലെങ്കിൽ പ്രതിരോധത്തിനാണോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇതായിരിക്കാം ഒരു ചോദ്യം. അല്ലെങ്കിൽ പിന്നെ അവർ ചോദിക്കാൻ സാധ്യതയുള്ളത് ആധുനിക കാലത്തിലുള്ള വെപ്പൺസും അല്ലെങ്കിൽ പഴയ പുരാതന കാലത്തിലുള്ള വെപ്പൺസിനെയും പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിരിക്കാം. അതെങ്ങനെയാണ് ബെറ്റർ ആവുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, അത് ബെറ്റർ ആണോ, ഇപ്പോഴത്തെ വെപ്പൺസ് ബെറ്റർ ആണോ എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിലാണ്. ഓർ ഈവൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഫ്രണ്ട്സിനെ പറ്റിയിട്ടാവാം. നിങ്ങളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, ആ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്ന ക്വാളിറ്റി എന്താണ്, എന്തുകൊണ്ടാണ് ആ കുട്ടി നിങ്ങളുടെ ഫ്രണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ എന്താണ്, എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഇത്രയും താല്പര്യം, അല്ലെങ്കിൽ ഏത് റെസ്റ്റോറൻറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് IELTSന് വരുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യത്യാസമാണ് OET അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് മെഡിക്കൽ പ്രൊഫഷണൽസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് അടുത്ത ഡൗട്ട്, ഇനി ഇതിനകത്ത് നമുക്ക് മെഡിക്കൽ നോളേജ് ഒത്തിരി ആവശ്യം വരുമോ, ഞാൻ മെഡിക്കൽ നോളേജ് അധികം ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് ഈ OET എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. OET ഒരിക്കലും നിങ്ങളുടെ മെഡിക്കൽ നോളേജ് ചെക്ക് ചെയ്യുന്നില്ല. ഇവിടെ അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കൺട്രോൾ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കാം. റീസെൻ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഒരു പേഷ്യൻറ്റിന് ടെൻഡൻ ഇഞ്ചുറിയാണ്. അപ്പോൾ ഈ ടെൻഡൻ ഇഞ്ചുറി എത്ര സീരിയസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ ഇഞ്ചുറി കൂടാതിരിക്കാനായിട്ട് കൈ അനക്കാതെ വയ്ക്കാനും അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഒരു സ്പ്ലിൻ്റ് എന്ന് പറയുന്ന സാധനം അത് ഉപയോഗിക്കാനും ഒക്കെയാണ് പറയേണ്ടത്. ഈ പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് പേപ്പറിനകത്ത് അവർ തരുന്നുണ്ട്. സോ ഒരിക്കലും നമുക്കിതിനെപ്പറ്റി ഒരു തറോ നോളേജ് ഉണ്ടാവണം എന്നവർ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ഒരാൾ മെഡിസിൻ എടുക്കുന്നില്ല. അപ്പം നമ്മൾ അയാൾക്ക് മെഡിക്കേഷൻ എടുക്കാനായിട്ടുള്ള ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളോട് പറഞ്ഞു കൊടുക്കണം. മെഡിസിൻ്റെ ഉപയോഗം, എന്തിനാണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്, കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെയൊക്കെയും ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന പേപ്പറിലുണ്ടാകും. അപ്പോൾ ഒരിക്കലും എനിക്ക് പാർക്കിൻസൺസ് എന്ന അസുഖത്തിനെ പറ്റി ഒത്തിരി ഡീറ്റെയിൽ അറിയണം എന്ന് ഒരു നിർബന്ധവുമില്ല. OETയിൽ വരുന്ന ലെറ്റർ റെഫറൽ ലെറ്ററാണ്. ഈ റെഫറൽ ലെറ്റർ പലപ്പോഴും നമ്മൾ എഴുതേണ്ടത് ചിലപ്പോൾ ഒരു ഡോക്ടറിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു നേഴ്സിനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു
ഫിസിയോതെറപ്പിസ്റ്റിനായിരിക്കാം. ആർക്കാണേലും എഴുതേണ്ട ഡീറ്റെയിൽസ് അവർ ലെറ്ററിൽ തന്നിരിക്കും. ഫോർ എക്സാമ്പിൾ, റീസെൻ്റ്ലി വന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു പേഷ്യൻറ്റ് ഒത്തിരി ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റഡ് ആയിരിക്കുന്നത്. ഈ പേഷ്യൻറ്റിനെ ഒരു സൈക്യാട്രിസ്റ്റിലേക്ക് റെഫർ ചെയ്യാം. ആ പേഷ്യൻറ്റ് ചിലപ്പോൾ ടാബ്ലറ്റ്സ് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഡിപ്രഷൻ കൊണ്ടായിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവർ ആ കേസ് നോട്ടിനകത്ത് തന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ അത് എടുത്ത് ഫോമാറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇങ്ങനെ ഒരു ലെറ്റർ ചിലപ്പോൾ തൈറോയിഡ് പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻറ്റിനെ പറ്റിയിട്ടായിരിക്കാം, ക്യാൻസർ ഉള്ള പേഷ്യൻറ്റിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ അൾസർ ഉള്ള ഒരു പേഷ്യൻറ്റിനെ പറ്റിയായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾക്കൊരിക്കലും ഇവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ നോളേജ് ഒരിക്കലും ആവശ്യമായിട്ട് വരുന്നില്ല. സോ IELTS എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആകുമ്പോഴേക്കും OET സ്പെസിഫിക് ആണ്. മെഡിക്കൽ നോളേജ് ആവശ്യമില്ല, എന്നാലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് OETക്ക് വരുന്നത്. സോ ബോത്ത് ആർ ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെൻറ്റ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, IELTS വേണോ അല്ലെങ്കിൽ OET വേണോ, അത് നിങ്ങളുടെ ഡിസിഷനാണ്. ഇനിയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ചെയ്യാം. യു ക്യാൻ ഓൾവേസ് ആസ്ക് ദ ഡൗട്ട്സ്. നിങ്ങൾ പലരുടെയും റിക്വസ്റ്റ് മാനിച്ച് UK IELTSൻ്റെ സ്കോർ ഇപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റൈറ്റിങ്ങിന് 6.5 മതി. ഏതാണേലും നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ IELTS ആണേലും OET ആണേലും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇഫ് യു ഹാവ് എനി ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടി ഫർദർ ഡൗട്ട്സ് എന്തായാലും ക്ലിയർ ചെയ്തിരിക്കും. താങ്ക് യു.